to Franklin's lectures. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ മൊഡ്യൂൾ 4 ക്രാഷ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 4 ന്ന് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മളിപ്പോൾ ഓൾറെഡി 1, 2, 3 മൊഡ്യൂൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ 3 and 4 എന്ന് പറയുന്നത് ഏതാ? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ അതിന് മൊഡ്യൂൾ 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി മൊഡ്യൂൾ 4ല് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ബേസിക് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ബേസിക് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മളോട് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഇലക്ട്രിക് ട്രാൻസ്മിറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ സോഴ്സ് ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ട്രാൻസ്മിറ്റും ഒപ്റ്റിക്കൽ സോഴ്സുമാണ് നമ്മുടെ അവിടത്തെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നതടാ? ട്രാൻസ്മിറ്റർ സെക്ഷൻ പറഞ്ഞില്ലായിരുന്നു നമ്മളവിടെ? ഈ ഒരു സെക്ഷൻ ആണ് ഇവിടെ ട്രാൻസ്മിറ്റർ സെക്ഷൻ. നിങ്ങൾ അവിടെ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്ക്. ഇതാണ് ഇവിടെ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റർ പിന്നെ അതുപോലെ ഇവിടെ ഇതിന്റെ നടുക്കൊരു സംഭവം ഉണ്ട്. ഈ ഇലക്ട്രിക്കൽ റിസീവറും ഒപ്റ്റിക്കൽ ഡീകോഡറും ആണ് ഇവിടെ റിസീവർ സെക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് റിസീവർ സെക്ഷൻ. ആൻഡ് ഇത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഇവിടെ ചാനൽ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പൊ എളുപ്പമായില്ലേ? ഇതെന്ന് പറയുന്നത് എന്താ? ഇൻഫർമേഷൻ സോഴ്സ് ആണ്. അപ്പൊ ഇതാ ഇവിടെ ട്രാൻസ്മിറ്റർ സെക്ഷൻ ഉണ്ട്. ഈ ട്രാൻസ്മിറ്റർ സെക്ഷനകത്ത് രണ്ട് സാധനങ്ങളുണ്ട്, ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റ്, ഒപ്റ്റിക്കൽ സോഴ്സ്. ഇത് രണ്ടും എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് കിട്ടുക. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് പഠിക്കുന്നത്. സോ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിക്കുമ്പോൾ ഒപ്റ്റിക് എന്നുള്ള ടേം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ലൈറ്റിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റ് നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇവിടെ കിട്ടും. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മുടെ ഒപ്റ്റിക്കൽ സോഴ്സ് കറസ്പോണ്ടിങ് ലൈറ്റ് എനർജി ആയിട്ട് ലൈറ്റ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. കറസ്പോണ്ടിങ് ലൈറ്റ് സിഗ്നൽ എന്ന് പറയാൻ കാരണം എന്താ? ഈ ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ വാരിയേഷൻസിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് സിഗ്നൽ ആയിട്ടായിരിക്കും ഈ ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതാണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ചാനൽ ഫൈബർ ഒപ്റ്റിക് കേബിൾ ത്രൂ ആണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ വഴി എന്താ ചെയ്യുന്നത്? വീണ്ടും എന്താ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഇലക്ട്രിക്കൽ റിസീവർ അതിനെ വീണ്ടും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഫിസിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്ത് രണ്ടും കൂടെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. An optical system is a communication system method that uses light waves transmitted through optical fiber to carry information from a transmitter to receiver. It converts electrical signal ne endaki mattum electrical signal into optical signal for the transmission and back to electrical signal at the destination. This system provides high bandwidth, low loss, high speed and long distance data transmission. അപ്പൊ ഇതാണ് ബേസിക് ഒരു സിസ്റ്റം. ഇതിൽ ഇൻഫർമേഷൻ സോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറിജിനൽ മെസ്സേജ് ആണ്. വോയിസ്, ഡാറ്റ, വീഡിയോ പോലുള്ള സിഗ്നലിനെ ഇലക്ട്രിക്കൽ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനീഷ്യലി ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്ററിനകത്താണ് ഇവിടെ എന്താ സ്യൂട്ടബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക.
ഓക്കെ, ഡ്രൈവിംഗ് ഒപ്റ്റിക്കൽ സോഴ്സ്. എന്നിട്ട് ഈ ഒപ്റ്റിക്കൽ സോഴ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനകത്താണ് മോഡുലേഷൻ, ആംപ്ലിഫിക്കേഷൻ പോലുള്ള പ്രോസസ്സുകൾ നടക്കുന്നത്. ആൻഡ് അതുപോലെ സിഗ്നൽ ഷേപ്പിംഗ് ഒക്കെ നടക്കുന്നത് ട്രാൻസ്മിറ്ററിനകത്താണ്. ഒപ്റ്റിക്കൽ സോഴ്സ് എന്താ ചെയ്യുന്നത്? കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു ഒപ്റ്റിക്കൽ അഥവാ ലൈറ്റ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒപ്റ്റിക്കൽ സോഴ്സസിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെയാ? LED, ലേസർ, ലേസർ, ഈ രണ്ടും എന്തിന്റെ എക്സാമ്പിളാ? നമ്മുടെ ഒപ്റ്റിക്കൽ സോഴ്സസിന് എക്സാമ്പിൾ ആണ്. ഇനി ഒരു പോയിന്റും കൂടെ പറയുന്നത്, ലൈറ്റ് ഔട്ട്പുട്ട് വാരീസ് അക്കോർഡിംഗ് ടു ദി ഇൻപുട്ട്. നമ്മൾ ഈ ഒരു ഇൻപുട്ട് ഇലക്ട്രിക്കൽ സോഴ്സിന് അനുസരിച്ചുള്ള ഒരു വാരി ചെയ്യുന്ന ഒരു ലൈറ്റ് സിഗ്നൽ ആയിരിക്കും നമുക്ക് ഒപ്റ്റിക്കൽ സോഴ്സിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, മീഡിയം അഥവാ ചാനൽ ആണ് അല്ലെ, മീഡിയം അഥവാ ചാനൽ ആണ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദി ലൈറ്റ് സിഗ്നൽ. ഓക്കെ, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് ഉണ്ടാവില്ല, കുറവ് ലോസ് ആയിരിക്കും, ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, ആൻഡ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ ആണല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവാതെ ഇരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഈ ഒരു മീഡിയത്തിനുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്. ഇനി ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ എന്താ ചെയ്യുക? കൺവേർട്ടഡ് റിസീവ്ഡ് ലൈറ്റ് സിഗ്നൽ ബാക്ക് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്ന നമ്മുടെ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ആണ്. കോമൺ ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് ആണ് പിൻ ഫോട്ടോ ഡയോഡ്, അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് ഒക്കെ ഉള്ളത്. എന്താണ്? നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റുന്നതാണ്? ലൈറ്റ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്താ? നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ഇവിടെ ഈ LED, ലേസർ എന്നൊക്കെ പറയുന്നത്. ഈ ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ ആണ് പിൻ ഡയോഡ്, അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു സെക്ഷൻ മനസ്സിലായോ? ഇനി ലാസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ്. ഇലക്ട്രിക്കൽ സെക്ഷൻ എന്താ? ഇലക്ട്രിക്കൽ റിസീവർ സെക്ഷൻ ആണ്. ഇലക്ട്രിക്കൽ റിസീവർ സെക്ഷൻ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള സിഗ്നലിനെ ഈ ഒരു മോഡുലേഷൻ ചെയ്ത് വന്നിട്ടുള്ള ഈ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഡിവൈസ്, ഈ ഒരു ബ്ലോക്കാണ് എന്ത്? ഇലക്ട്രിക്കൽ റിസീവർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒറിജിനൽ ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കും ഈ ഒരു ബ്ലോക്ക്, എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. ഫൈനൽ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ സിഗ്നലിനെ ഇതുവഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് ബേസിക് ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വയേർഡ് അഥവാ വയർ ലൈൻ ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. വയേർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം എന്താണ് വയേർഡ്, എന്താണ് വയർലെസ് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ബേസിക്കലി മീഡിയം ഓഫ് ചാനൽ, മീഡിയത്തിന്റെ അല്ലെങ്കിൽ ചാനലിന്റെ ബേസിസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാ? വയേർഡും വയർലെസ്സും. വയേർഡും വയർലെസ്സും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പാരാമീറ്റർ അഥവാ പാരാമീറ്ററിൽ നമുക്ക് മീഡിയം ഉണ്ട്, ബാൻഡ് വിഡ്ത്ത്, മൊബിലിറ്റി, സെക്യൂരിറ്റി, ഇന്റർഫറൻസ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, റിലയബിലിറ്റി, എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് നോക്കുക, മീഡിയം ഓഫ് ചാനൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഫിസിക്കൽ കേബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. പക്ഷെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ യൂസസ് EM വേവ് ത്രൂ എയർ ആയിരിക്കും അവിടെ എന്ത്? നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ഇവിടെ കേബിൾസ് ആണ്, ഇവിടെ എയർ ആണ്. അപ്പൊ ഇനി അടുത്തത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ വെരി ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്. ഇവിടെ എന്താണ്? മോഡറേറ്റ് അല്ലെങ്കിൽ സ്പെക്ട്രം ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും എന്തിനുണ്ടാവുക? വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. മൊബിലിറ്റി പുവർ. വയേർഡ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് മൊബിലിറ്റി, അതെന്താ വെച്ചാൽ മൊബൈൽ സിസ്റ്റം ആയിരിക്കില്ല, നമുക്ക് ഒരു ഫിക്സഡ് സിസ്റ്റം ആയിരിക്കും ബേസിക്കലി വയേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ? വയർ ഉണ്ട് അല്ലെ, വയറിന്റെ ലെങ്ത് ഫിക്സഡ് ആയിരിക്കും. സോ അതൊരു മൊബിലിറ്റി കുറവുള്ള സിസ്റ്റം ആയിരിക്കും. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിലോ എക്സലന്റ് മൊബിലിറ്റി ആണ്. കാരണം എന്താ? മൊബൈൽ ഫോൺസ്, പോർട്ടബിൾ ഡിവൈസസ്, അതായത് മൊബൈൽ ഫോൺ പോലുള്ള പോർട്ടബിൾ ഡിവൈസസ് നമുക്കറിയാല്ലേ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ എക്സലന്റ് ആയിരിക്കും. ഇനി സെക്യൂരിറ്റി, ഇത് ഹൈ സെക്യൂർഡാ, കാരണം വയേർഡ് ത്രൂ അല്ലേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ എന്താണ്? അതിന് കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാം. ഇന്റർഫറൻസ് ഒന്നും, എക്സ്റ്റേണൽ ഇന്റർഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആണെങ്കിലോ ലെസ് സെക്യൂർ ആണ്. അത് ഇന്റർസെപ്ഷനെ കാരണമാക്കുന്നു. ഇടയില് ഒരു ചാനലിലൂടെ, ഒരു എയറിലൂടെ അല്ലേ ഇത് പാസ് ചെയ്യുന്നത്. സോ ഇന്റർസെപ്ഷനെ ചാൻസ് ഉണ്ട്.
അപ്പൊ ഇനി ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലോ ഇന്റർഫറൻസ് ആണ്. ഇവിടെ വയർലെസ് ആയത് കാരണം തന്നെ ഹൈ ഇന്റർഫറൻസ് ഓഫ് അതർ സിഗ്നൽസ്, ഇന്റർഫറൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. ഇവിടെ ഹൈ കോസ്റ്റ് കാരണം എന്താ? കേബിളും ഒക്കെ കണക്ട് ചെയ്യണ്ടേ, സോ അതിന് എക്സ്ട്രാ കോസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? കേബിൾ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ലെസ് കോസ്റ്റ് ആണ്. ഇനി റിലയബിലിറ്റി, വിശ്വസീയത. ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അതെന്താ? റിലയബിൾ ആണ് കൂടുതൽ. കാരണം എന്താ? ഇതൊരു വയേർഡ് മീഡിയം ആണ്, സോ സെക്യൂരിറ്റി കൂടുതലാണ്, സോ ഹൈലി റിലയബിൾ ആണ്. പക്ഷെ ഇത് എൻവയോൺമെന്റിനൊക്കെ അനുസരിച്ച് അതിന്റെ റിലയബിലിറ്റിനെ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടി വരും. സോ ലെസ് റിലയബിൾ ആണെന്ന് പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെലിഫോൺ നെറ്റ്വർക്ക്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ നെറ്റ്വർക്ക്, കേബിൾ TV, ഇന്റർനെറ്റ് ആക്സസ്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്താണ്? നമ്മുടെ എക്സാമ്പിൾസ് ആണ് ഫോർ വയേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി വയർലെസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് ബ്ലൂടൂത്ത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. എക്സ്പ്ലെയിൻ ദി നീഡ് ഫോർ മോഡുലേഷൻ. എന്തിനാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്? ഞാൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്ന് പറയുന്ന സെക്ഷൻ. ട്രാൻസ്മിറ്റർ സെക്ഷനിൽ ഞാൻ പറഞ്ഞു എന്താ, നമുക്ക് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ട്രാൻസ്മിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ചെയ്യണം എന്നുള്ളത്. സോ ഈ മോഡുലേഷന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ്, മോഡുലേഷൻ ടെക്നിക്ക് എന്താന്നുള്ളത് നമുക്ക് പറയാട്ടോ. എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിന്റെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് മോഡുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് മോഡുലേഷൻ എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ഇവിടെ എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ പോയിന്റ് എന്ന് പറയുന്നത് ആന്റിനയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി ആന്റിന. അപ്പൊ ലാംഡ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C/F ആണ്. ഓക്കെ, ഇത് നമുക്കറിയാം. ആൻഡ് C എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഹൈറ്റ് ഓഫ് ദി ആന്റിന എന്ന് പറയുന്നത് λ/4 ആണ്. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ആന്റിനയുടെ ഇക്വേഷൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലാംഡ, ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഫ്രീക്വൻസി കുറവുള്ള ഒരു സിഗ്നൽ വരുന്ന സമയത്ത് ഈ ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് കൂടും, അല്ലെ? അല്ല, ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കൂടും. ഈ ലാംഡയും നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ആന്റിന എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മളൊരു കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. നിങ്ങൾ ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഇവിടെ വിടരുത് കേട്ടോ. ആ ട്രാൻസ്മിറ്റർ സൈഡിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സിഗ്നലിനെ മോഡുലേഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താന്നുള്ളതാണ്. മോഡുലേഷൻ ടെക്നിക്ക് എന്താന്നുള്ളത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ നോക്കുക, ബേസിക്കലി ഈ ഒരു ഹൈറ്റ് ഓഫ് ദി ആന്റിനയെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഹൈറ്റ് ഓഫ് ദി ആന്റിനയെ കൂട്ടാനുള്ള കാരണം നോക്കാം. അതായത് ഹൈറ്റ് ഓഫ് ദി ആന്റിന എന്ന് പറയുന്നത് λ/4 ആണ്. ഓക്കെ, ഈ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് സിഗ്നലിന്റെ ഫ്രീക്വൻസിനായിട്ട് ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റി ആണ്. C/F ആണ് ലാംഡ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാംഡ എന്ന് പറയുന്നത് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ലാംഡ കൂടും. ലാംഡ കൂടുക എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദി ആന്റിന കൂടും. അപ്പൊ നമുക്കൊരു വളരെ ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഒരു ലാംഡ കൂടുന്നതിനനുസരിച്ച് ഹൈറ്റ് കൂടാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 5 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു ആന്റിന ഒക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ ഈ ഒരു ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്താൽ മതി? ഫ്രീക്വൻസി കൂട്ടിയാൽ മതി. അപ്പൊ നമ്മുടെ അപ്പൊ നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നലിനല്ലേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാ കൂട്ടുക? അതാണ് മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പൊ മോഡുലേഷൻ ടെക്നിക്ക് എന്താണ്? ഇതിന്റെ സിഗ്നലിന്റെ ഫ്രീക്വൻസി എങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കൂട്ടോ. അപ്പൊ ബേസിക് ഐഡിയ മനസ്സിലാക്കുക.
മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് മൂലം ആന്റിനയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. വിത്തൗട്ട് മോഡുലേഷൻ ട്രാൻസ്മിറ്റിംഗ് ലോ ഫ്രീക്വൻസി ഓഡിയോ സിഗ്നൽസ് വുഡ് ബി റിക്വയർഡ് ആന്റിനാസ് ഓഫ് സെവറൽ കിലോമീറ്റേഴ്സ്. മോഡുലേഷൻ ഷിഫ്റ്റ്സ് ദി സിഗ്നൽ ടു ഹൈ ഫ്രീക്വൻസി ഡ്രാസ്റ്റിക്കലി റെഡ്യൂസിംഗ് ആന്റിന സൈസ്. അപ്പൊ മോഡുലേഷൻ ബേസിക്കലി ചെയ്യുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആക്കി മാറ്റും. സോ ആന്റിനയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി ടു അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ് അഥവാ മൾട്ടിപ്ലക്സിംഗ്, ഇതെങ്ങനെ നടക്കുന്നത്? മൾട്ടിപ്ലക്സിംഗ് എങ്ങനെയാ പോസിബിൾ ആവുന്നത്? മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു സിഗ്നൽ ഉണ്ട്. അപ്പൊ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് ഈ മോഡുലേഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി സിഗ്നലിനായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പല ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസിനെ ഇത് വെച്ച് നമുക്ക് ഒരൊറ്റ ഫ്രീക്വൻസി സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ മെസ്സേജ് സിഗ്നലിന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ കാരിയർ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഹൈ ഫ്രീക്വൻസി സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ അനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മാറ്റി കൊടുത്താൽ മതി. സോ ഇവിടെ എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5 കിലോഹെർട്സിന്റെ സിഗ്നൽ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു കാരിയർ. ഇതിനെ ഒരു 50 ഹെർട്സ് സിഗ്നലിനെയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 50 ഹെർട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 50 ഹെർട്സ് എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ആൻഡ് ഇതിനെ ഒരു 50 കിലോ ഹെർട്സ് സിഗ്നലിന്റെ പ്രോപ്പർട്ടീനെ അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിന്റെ പ്രോപ്പർട്ടീനെ ചേഞ്ച് ചെയ്യാം. ഈ അതായത് നമുക്ക് അയക്കേണ്ട മെസ്സേജ് സിഗ്നൽ ഇതാണ്, ആൻഡ് ഇതാണ് നമ്മൾക്ക് അയക്കാൻ പോകുന്ന കാരിയർ സിഗ്നൽ. അപ്പൊ ഈ കാരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് ഈ മെസ്സേജ് സിഗ്നലിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് ഈ കാരിയർ സിഗ്നലിനെ ചേഞ്ച് ചെയ്യുക മോഡുലേഷനിൽ. സോ അപ്പൊ നമുക്ക് അയക്കുന്നത് ഈ ഒരു കാരിയർ സിഗ്നലിനെ ആയിരിക്കും. ഈ കാരിയർ സിഗ്നലിന് എന്തുണ്ടാവും? ഈ മെസ്സേജ് സിഗ്നൽ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും മെസ്സേജിനെയും കാരിയറിനെയും. അപ്പൊ ഈ കാരിയർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഡിഫറെന്റ് പർട്ടിക്കുലർ ഫ്രീക്വൻസീസിൽ ഓരോ ഫ്രീക്വൻസീസ് കമ്പോണൻസിനെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഓരോ ഫ്രീക്വൻസി കമ്പോണന്റിനെയും വേർതിരിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പൊ എന്തുണ്ടാവില്ല? മൾട്ടിപ്ലക്സിങ് ഉണ്ടാവില്ല അവിടെ. അതായത് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് FM സ്റ്റേഷൻസ് എടുക്കാം കേട്ടോ. കുറച്ച് FM സ്റ്റേഷൻസ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് 98.3 മെഗാ ഹെർട്സ് വരുന്ന ഒരു സിഗ്നൽ. ആൻഡ് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ 98.3 മെഗാ ഹെർട്സ് ഉണ്ട്, 93.5 മെഗാ ഹെർട്സ് ഉള്ള റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്, ആൻഡ് 101.9 മെഗാ ഹെർട്സ് ഉള്ള റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ FM സ്റ്റേഷൻസ് കുറെ ഉണ്ട്. അപ്പൊ ഈ FM സ്റ്റേഷൻസിന്റെ ഒക്കെ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലാണ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അഡ്ജസന്റ് ചാനൽസിനെ തമ്മിലുള്ള ഒരു എന്തുണ്ടാവില്ല? ഇന്റർഫറൻസ് നമുക്ക് മോഡുലേഷൻ ചെയ്യുന്നത് മൂലം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മിക്സിംഗ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇഫ് മെനി ലോ frequency signal transmitted directly, they overlap or interfere. Modulation allows different stations to transmit on different carrier frequency without mixing. ഈ സ്റ്റേഷൻസ് ഒക്കെ, ഈ FM സ്റ്റേഷൻസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് അല്ലെ. അപ്പൊ ഒരേപോലത്തെ സിഗ്നൽസ്, അതായത് ലോ ഫ്രീക്വൻസി സിഗ്നൽ, എല്ലാവരും കുറച്ച് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഈ ഒരു സിഗ്നൽസിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ടാവില്ലേ? അപ്പൊ അവരൊക്കെ തമ്മിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടാമിനേഷൻ ഉണ്ടാവും, കൊളൈഡ് ചെയ്യും, അതായത് മിക്സ് ചെയ്യും. അപ്പൊ ആ ഒരു മിക്സിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റേഡിയോ സ്റ്റേഷൻസും അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും എന്തിനാ ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ അവിടെ എന്ത് തടയും? അവിടെ ഫ്രീക്വൻസി മിക്സിങ് തടയും. അപ്പൊ മോഡുലേഷൻ എന്താ സംഭവിക്കുന്നത്? മോഡുലേഷൻ അലൗസ് ഡിഫറെന്റ് സ്റ്റേഷൻസ് ടു ട്രാൻസ്മിറ്റ് ഓൺ ഡിഫറെന്റ് കാരിയേഴ്സ് വിത്തൗട്ട് മിക്സിങ്. കാരിയേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും?
മോഡുലേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലേഷൻ ഷിഫ്റ്റ് സിഗ്നൽ എന്താണ്, 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ടു റെഡ്യൂസ് സൈസ് ഓഫ് ദി ആന്റിന ആൻഡ് ടു അവോയ്ഡ് മിക്സിംഗ് ഓഫ് ദി സിഗ്നൽ. ഈ 2 പ്രോപ്പർട്ടീസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇൻക്രീസ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി, നമ്മുടെ ഫ്രീക്വൻസിയും ഞാൻ പറഞ്ഞു ഒരു നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ആൻഡ് കാരിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. അപ്പോ ഈ ഒരു ഫ്രീക്വൻസിയും ഈ ഒരു സിഗ്നലിന്റെ എനർജിയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുമ്പോൾ എന്താ, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജിയും എന്ത് പറ്റും, കൂടും. അതുപോലെ ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് എനർജിയും കുറയും. അപ്പോ കാരിയർ സിഗ്നലിന്റെ എനർജി എന്തായിരിക്കും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരിയർ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പൊ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. അപ്പൊ സിഗ്നലിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, കാരിയർ സിഗ്നലിന്റെ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അല്ലെ. കാരിയർ സിഗ്നലിന്റെ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സോ കാരിയർ സിഗ്നലിന്റെ എനർജി ഹൈ ആണ് ആൻഡ് മെസ്സേജ് സിഗ്നലിന്റെ എനർജി ലോ ആണ്. സോ മെസ്സേജ് സിഗ്നലിനെ കാരിയറിനായിട്ട് മിക്സ് ചെയ്യാതെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ എനർജി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആ ഒരു ഫ്രീക്വൻസി കമ്പോണന്റ് നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഡൈ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനർജി കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എനർജി കുറഞ്ഞ ഒരാളും ഒരു എനർജി കൂടിയ ഒരാളും തമ്മിൽ ഓട്ട മത്സരം വെച്ചു. ഒരു നല്ല എനർജി ഉള്ള ഒരു മനുഷ്യൻ, ഇയാള് കുറച്ച് എനർജി കുറവുള്ള ഒരാളും തമ്മിൽ ഓട്ട മത്സരം വെച്ചു. ഈ എനർജി കൂടുതലുള്ള ഒരാള്, ഇതാണ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഈ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് ഓടി ഇവിടെ എത്തി. എനർജി കൂടുതലുള്ള ആൾ ഇവിടെ എത്തി. പക്ഷെ എനർജി കുറവുള്ള ഒരാൾ ഇവിടെ എത്തിയപ്പോഴേക്കും സ്റ്റോപ്പായി. അപ്പൊ കാരിയറിനുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു സിഗ്നലിന് മാക്സിമം എനർജിയിൽ എവിടെ എത്താൻ വേണ്ടി പറ്റും, ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി പറ്റും. പക്ഷെ ഇയാൾക്ക് ഈ കാരിയറിനായിട്ട് മിക്സ് ചെയ്യാത്ത അൺമോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിന് കുറച്ചെത്തിയപ്പോഴേക്കും എന്തുണ്ടായി, സിഗ്നൽ ഡ്രോപ്പ് ഉണ്ടായി. ഈ ഒരു സിഗ്നലിന് ഇത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റാതെ വരും. സോ എന്താണ് ഇവിടെ ഒരു പോയിന്റ്, എന്താണ് ഇതിന്റെ ഇൻക്രീസ് ദി റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി, നിങ്ങൾ മനസ്സിലാക്കുക, ലോ ഫ്രീക്വൻസി സിഗ്നൽസ് കനോട്ട് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ഡ്യൂ ടു ഹൈ അറ്റൻവേഷൻ. ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ്സ് ട്രാവൽ ഫാർദർ. മോഡുലേഷൻ ഇനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. അതുമൂലം ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇംപ്രൂവ്സ് സിഗ്നൽ ക്വാളിറ്റി ആൻഡ് റെഡ്യൂസ് നോയ്സസ്. ഹൈ ഫ്രീക്വൻസി നോയ്സസ് എന്ന് പറയുന്നത് ഒന്നും കൂടെ എന്താണ്, സിഗ്നൽ ക്വാളിറ്റി കൂടിയ സിഗ്നൽസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഓഡിയോ സിഗ്നൽസ് അറ്റ് ലോ ഫ്രീക്വൻസി ഈസിലി അഫക്റ്റഡ് ബൈ നോയ്സ്. ലോ ഫ്രീക്വൻസി നോയ്സസ് എന്താണ്, ലോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയുന്നത് നോയ്സിനെ എഫക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പൊ മോഡുലേറ്റിംഗ് ദം ഓൺ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കാരിയർ റെഡ്യൂസസ് നോയ്സ് ഇന്റർഫറൻസ്. അപ്പൊ ഇത് എന്താണ്, നോയ്സ് ഇന്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇനി അടുത്തത് to enable efficient radiation. Antennas radiate high frequency signals more efficiently than low frequency one. അപ്പൊ മോഡുലേഷൻ എൻഷുവേഴ്സ് എഫക്റ്റീവ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ്, നമ്മുടെ മോഡുലേഷന്റെ അടുത്തൊരു ലീഡാണ്. ഇനി അടുത്തത് അലോ യൂസ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ്. FDM പോലുള്ള മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് സഹായിക്കും. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് and other schemes became possible only after modulation. So മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിന്റെ നീഡുകളാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് മോഡുലേഷൻ എന്ന് മനസ്സിലായോ? മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ, ഇത് നമ്മുടെ എന്തും ആവാട്ടോ, ഇത് നമ്മളെ ഓഡിയോ ആവാം, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തും. അപ്പൊ ഇപ്പൊ ഞാനൊരു മൈക്ക് വെച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഓഡിയോ മാത്രമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഇതൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിനെ മാത്രമായിട്ട് അങ്ങ് ഡെസ്റ്റിനേഷനിലേക്ക്, ഇത് സോഴ്സ് ആണ്, ഇത് ഡെസ്റ്റിനേഷൻ ആണ്, ഇത് മാത്രമായിട്ട് അങ്ങ് ഡെസ്റ്റിനേഷനിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നല്
ഈ ഡെസ്റ്റിനേഷനിൽ എത്താതെ ഈ ചാനലിൽ എവിടെയോ ഡൈ ഔട്ട് ആയി പോകും. ഇതാണ് ചാനൽ. ഒരു ചാനൽ എയർ ത്രൂ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ ചാനലിന്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും ഈ ഒരു സിഗ്നൽ ഡൈ ഔട്ട് ആയി പോകും. ഇത് ഡൈ ഔട്ട് ആവാതിരിക്കാൻ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിനെ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതിനെ ഈ ഒരു കാരിയറിനെ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ ഈ കാരിയർ സിഗ്നലിനെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ കാരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് ഈ മെസ്സേജ് സിഗ്നലിനെ അനുസരിച്ച് മാറ്റം വരും. സോ അതാണ് എന്ത് മോഡുലേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് ദി പ്രോപ്പർട്ടീസ് ഓഫ് കാരിയർ. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എന്തൊക്കെ ആവാം? ഫ്രീക്വൻസി ആവാം, ആംപ്ലിറ്റ്യൂഡ് ആവാം, ഫേസ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാണ്? properties of carrier is changing. Changing the properties of the carrier according to the amplitude of message signal. Amplitude of message signal. അപ്പൊ ഇതാണ് ബേസിക്കലി മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി. ഇതെന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ലോ ഫ്രീക്വൻസി. അപ്പൊ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരിയർ സിഗ്നല് ഈ ഒരു മെസ്സേജ് സിഗ്നലിന്റെ പ്രോപ്പർട്ടീസിനായിട്ട് പ്രോപ്പർട്ടീസിനനുസരിച്ച് ഇതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻ പഠിക്കാനുണ്ട്. 3 ടൈപ്സ് ഓഫ് മോഡുലേഷൻസ്. 3 ടൈപ്സ് ഓഫ് മോഡുലേഷൻ. 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ അഥവാ FM, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, PM, ഫേസ് മോഡുലേഷൻ. ഇതെല്ലാം അനലോഗ് മോഡുലേഷൻ സ്കീംസ് ആണ് കേട്ടോ. നമുക്ക് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസും ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അനലോഗ് മോഡുലേഷൻ സ്കീംസ് ആണ് 3 എണ്ണം. അനലോഗ് സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അനലോഗ് സിഗ്നൽസിനെയാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണോ എന്താണ് മോഡുലേഷൻ എന്നുള്ളതിന്റെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വാട്ട് ഇസ് മീൻ ബൈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഈ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ് മെസ്സേജ്. ഈ ഡാറ്റ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. നോർമലി ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചസിലൊക്കെയാണ് വരിക. അതായത് നോർമൽ ഒരു ചെറിയ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഒരു സിഗ്നൽ. അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? കാരിയർ സിഗ്നലിനെ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ഒരു കാരിയറിനായിട്ട് മിക്സ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ഒരു പേപ്പർ ചുറ്റി ചുമ്മാ തന്നെ എറിയുമ്പോൾ അത് കുറച്ച് ദൂരെ ട്രാവൽ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ അതൊരു കല്ലിൽ ചുരുട്ടിയിട്ട് എറിയുമ്പോൾ അത് കൂടുതൽ ദൂരെ ട്രാവൽ ചെയ്യും അല്ലെ? അപ്പൊ കാരിയർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇപ്പൊ ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ കൂടുതൽ ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാരിയറിൽ പൊതിഞ്ഞ് അങ്ങ് അയക്കുകയാണ്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനെയാണ് കാരിയർ എന്ന് പറയുന്നത് കേട്ടോ. മെസ്സേജ് സിഗ്നലിനെ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. കാരിയർ സിഗ്നൽ, ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ബേസിക്കലി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ഈ കാരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്തിനെ അനുസരിച്ച് മാറ്റുന്നത്? ഈ മെസ്സേജ് സിഗ്നലിന്റെ പ്രോപ്പർട്ടീസിന് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ കാരിയർ സിഗ്നലിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ മാറ്റുന്നത്? ആംപ്ലിറ്റ്യൂഡ്. കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. AM അഥവാ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ is defined as the process of changing amplitude of the carrier signal with respect to the modulating signal. Modulating signal, ഈ മെസ്സേജ് സിഗ്നൽ നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്ന് പറയും, ഡാറ്റ സിഗ്നൽ എന്ന് പറയും, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നും പറയും കേട്ടോ. എന്ത് സിഗ്നലാ? മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നൊക്കെ പറയും. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്താന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാണ് മെസ്സേജ് സിഗ്നൽ. നമ്മൾ പാസ് ചെയ്യുന്ന എന്ത് ഡാറ്റയാണോ ആ ഒരു ഡാറ്റയാണ് നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഈ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ എന്താ ചേഞ്ച് ചെയ്യുന്നത്? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് മാറ്റുന്നത്. സോ ഇവിടെതാ ഇതും തമ്മിൽ മിക്സ് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു സിഗ്നലാണ് കിട്ടിയത്. കണ്ടോ? ഈ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ കുറവുള്ള സമയത്ത് ഈ കാരിയർ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണുള്ളത്. ഇവിടെ എന്താ? ഈ ആംപ്ലിറ്റ്യൂഡ് മൊത്തം എല്ലാ റീജിയണിലും ഒരേപോലെയാണ് അല്ലെ? പക്ഷെ ഇവിടെ നോക്കൂ, ഇങ്ങനെ വേരിയേഷൻസ് വരുന്നത് നോക്കൂ. ഇത് എന്തിനനുസരിച്ച് ഈ വാരി ചെയ്യുന്നത്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള അവിടെ മാക്സിമം കാരിയർ ആംപ്ലിറ്റ്യൂഡ്, ഏറ്റവും കുറവ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഈ പൊസിഷനിൽ ഏറ്റവും കുറവ് കാരിയർ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മെസ്സേജിനനുസരിച്ച് നമ്മുടെ സിഗ്നലിനെ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങൾ നോക്കുക, ഈ ഒരു കാരിയർ സിഗ്നൽ ഈ ഒരു മോഡുലേറ്റ് ചെയ്തു അല്ലെ? കാരിയർ സിഗ്നൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിന് അനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഇത് മോഡുലേറ്റിംഗ് സിഗ്നലും ഇത് മോഡുലേറ്റഡ് സിഗ്നലുമാണ്. അപ്പൊ ഈ മോഡുലേറ്റഡ് സിഗ്നൽ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് സിഗ്നൽ ഈ മോഡുലേറ്റഡ് സിഗ്നലിന്റെ എവിടെയോ ഒളിഞ്ഞിരിപ്പില്ലേ? നിങ്ങൾ നോക്കൂ, ഇതാ ഈ ഒരു മെസ്സേജ് സിഗ്നൽ തന്നെയാണ് ഇവിടെ. ഇപ്പൊ ഞാൻ ഈ ബ്ലൂ കളർ വെച്ചിട്ട് ഈ മെസ്സേജ് സിഗ്നൽ വരയ്ക്കുകയാണ്, അത് തന്നെ അതാ മെസ്സേജ് സിഗ്നൽ നോക്കൂ നിങ്ങൾ. ആൻഡ് ഇതിൽ നിന്ന് ഈ ഒരു മോഡുലേഷൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോമാ കിട്ടുക. ആൻഡ് നമുക്ക് റിസീവർ സൈഡില് എന്നിട്ട് ഈ ഒരു സിഗ്നൽ, ഈ ഒരു മോഡുലേറ്റഡ് EM സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവർ സൈഡില് നമ്മൾ ഇതിന്റെ ബാക്കി ഈ ഒരു ഫ്രീക്വൻസി കാരിയർ സിഗ്നലിനെയും ബാക്കി അൺവാണ്ടഡ് കമ്പോണൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ മാത്രമായിട്ട് അവിടെ എന്ത് ചെയ്തെടുക്കും? ഡീമോഡുലേറ്റ് ചെയ്തെടുക്കും. ഇവിടെ മോഡുലേഷൻ ആണ് നടക്കുകയെന്നുണ്ടെങ്കിൽ റിസീവർ സൈഡിൽ അതിനെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു മെസ്സേജ് സിഗ്നലിനെ മാത്രം ഡീമോഡുലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഡീമോഡുലേഷൻ ഒന്നും പഠിക്കാനില്ല. നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്, ടെക്നിക്ക് എന്താണെന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ബേസിക്കലി മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരു വേവ് ഫോം കാരിയർ നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്യും, അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? വായിച്ചോക്കാം. The amplitude of the modulating carrier signal is expressed in terms of their ratio, commonly known as modulation index. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേം എന്താണെന്ന് നോക്കാനുണ്ട് നമുക്ക്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ VM/Vc ആണ്. VM/Vc എന്ന് പറയുമ്പോൾ VM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നലും VC എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ സിഗ്നലും ആണ്. അപ്പൊ VM/Vc എന്ന് പറയുന്നത് ഇങ്ങനെയും ചില ടെക്സ്റ്റിലൊക്കെ റെപ്രസെന്റ് ചെയ്യും കേട്ടോ. AM/AC, ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ, ഇങ്ങനെ ഉണ്ടാവും. അതും രണ്ടും സെയിം ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് AM/AC ആണ്. ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0യും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1ഉം ആണ്. അതായത് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് 0ക്കും 1നും അകത്താണ് വരിക. ഓക്കെ, ഇത് എന്താ 1നകത്ത് വരാൻ കാരണം?
കാരിയർ സിഗ്നലിന്റെ മാക്സിമം എന്ന് പറയുന്നത് എത്രയാ? ഈ ഒരു AC എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ VM-ന്റെ മാക്സിമം വാല്യൂ വരെയല്ലേ ഇത് മാറുള്ളൂ അല്ലേ? ഇതാ മെസ്സേജ് സിഗ്നലിന്റെ ഈ ഒരു പീക്കാണ് AM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ VM എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് AC എന്ന് പറയുന്നത്. ഈ ഒരു AM പ്ലസ് AC എന്ന് പറയുന്നത്, മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മാക്സിമം വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എത്രയാ? AC ആണ്. സോ ഈ ഒരു AM/AC എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക നിങ്ങൾ. മോഡുലേഷൻ ഇൻഡെക്സ് AM/AC ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതായത് VM-ഉം VC-യും തന്നിട്ട്, അല്ലെങ്കിൽ AM-ഉം AC-യും തന്നിട്ട് എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ AM/AC കണ്ടിട്ട് ചെയ്താൽ മതി, അതിന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ഒരു മോഡുലേഷൻ ടെക്നിക്ക് നോക്കാം. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫ്രീക്വൻസി മോഡുലേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ്. ഇതാണ് കാരിയർ. അപ്പൊ കാരിയർ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ഥലത്ത്, അതായത് മെസ്സേജ് സിഗ്നലിൽ ഏറ്റവും ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ഥലത്ത് എത്തിയപ്പോൾ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തു? കൂട്ടി. ഏറ്റവും കുറവ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ഥലം, അതായത് ഇവിടെ എത്തിയ സമയത്ത് കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂട്ടി. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി ആണ് ചേഞ്ച് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നൽ, ഇത് കാരിയർ സിഗ്നൽ, ഇത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. ഓക്കെ, ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി നടക്കുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. അപ്പൊ അത്രയുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് നോക്കാം. The modulation index of FM is generally expressed in terms of modulation index. Modulation index MF എന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. MF എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക മോഡുലേഷൻ ഇൻഡെക്സ്. Modulation index is the ratio of frequency deviation to the modulating frequency deviation. Modulating frequency deviation is the amount of the change of the carrier frequency produced by the modulating signal. അതായത് ഫ്രീക്വൻസി ഡിവിയേഷൻ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ FM ആണ്. ഇതിന്റെ ഒന്നും ഡെറിവേഷൻ നിങ്ങൾക്ക് ഇല്ല. ഇക്വേഷൻസ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഫ്രീക്വൻസി ഡിവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഡെൽറ്റ എഫ് ബൈ FM. ഇതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, പിന്നെ ക്വസ്റ്റ്യൻസ് അല്ല, ചിലപ്പോ ചോദിക്കാം എന്താ ഡെൽറ്റ എഫും ഫ്രീക്വൻസി ഡിവിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും, അതുപോലെ FM എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് ഇൻ കേസ് ഓഫ് FM ചോദിക്കാം. അപ്പൊ ഇക്വേഷൻ ഇതാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ നിങ്ങൾ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷനെ പറ്റി പറയാനുള്ളത്. എക്സ്പ്ലെയിൻ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. നമ്മൾ AM FM പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയാണ് മോഡുലേഷൻ നടക്കാന്ന് പഠിച്ചു. ഈ മോഡുലേറ്റഡ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ സൈഡിൽ അത് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഏത് ടൈപ്പ് ഓഫ് റിസീവർ ആണ് റിസീവ് ചെയ്യുന്നത് ഉള്ളതിന്റെ രണ്ട് ടൈപ്സ് ആണ്. ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നത് AM റിസീവർ ആയിരിക്കും, ആൻഡ് മറ്റത് FM റിസീവർ ആയിരിക്കും. അപ്പൊ ഈ AM റിസീവറിൽ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് സൂപ്പർ ഹെറ്ററോഡൈൻ AM റിസീവർ ആണ്, അഥവാ AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. അപ്പൊ അതിന്റെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ ആ 3 ബ്ലോക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? RF ആംപ്ലിഫയർ, മിക്സർ, ലോക്കൽ ഓസിലേറ്റർ. ഇത് 3ഉം കൂടി ചേരുന്നതാണ് എന്ത്? നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. റിസീവിംഗ് ആന്റിനയിൽ എന്താ വരിക? നമ്മുടെ ട്രാൻസ്മിറ്റഡ് EM വേവ് വരും അല്ലെ? ആൻഡ് ഇതെന്ന് പറയുന്നത് മൈക്രോവോൾട്ട് സിഗ്നൽ ആയിരിക്കും. ആൻഡ് ഇതിനെ RF ആംപ്ലിഫയർ വഴി നമ്മൾ എന്ത് ചെയ്യും? ഇമേജ് ഫ്രീക്വൻസി സിഗ്നലിനെ എലിമിനേറ്റ് ചെയ്യും. ഇത് ബേസിക്കലി എലിമിനേറ്റ് ഇമേജ് സിഗ്നൽസ് അഥവാ അൺവാണ്ടഡ് സിഗ്നൽസിനൊക്കെ എലിമിനേറ്റ് ചെയ്യും. പിന്നെന്താ? ആംപ്ലിഫൈ RF സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. അത് രണ്ടുമാണ് ഇത് ചെയ്യാം. എന്നിട്ട് മിക്സർ എന്ത് ചെയ്യും? മിക്സർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ ഓസിലേറ്ററിനും ഈ ഒരു RF സിഗ്നലിനും വന്ന 2 സിഗ്നൽ ഇവിടെ തന്നെ കൊടുക്കാം. F1 ഉം F2 ഉം. ഇവിടുന്ന് F1 ഉം ഇത് F2 ആണ്.
ആൻഡ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് F2 മൈനസ് F1 ആയിരിക്കും. അപ്പൊ F2 മൈനസ് F1 എന്ന് പറയുന്ന ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്തു. ഈ AM-ന്റെ IF, ഈ ഒരു സിഗ്നലിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത്, IF. ഈ AM-ന്റെ IF സിഗ്നൽ എന്ന് പറയുന്നത് ബേസിക്കലി 144 കിലോ ഹെർട്സ് ആണ് ഇതിന്റെ റേഞ്ച്, 455 കിലോ ഹെർട്സ് ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. 455 കിലോ ഹെർട്സ് ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, IF, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് AM റിസീവർ എന്ന് പറയുന്നത്. ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് ആണ് നമ്മുടെ ലോക്കൽ ഓസിലേറ്റർ ട്യൂൺ ചെയ്യുക. ഓക്കെ, അപ്പൊ മിക്സർ അതിനനുസരിച്ചിട്ടുള്ള ഒരു 455 കിലോ ഹെർട്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി റേഞ്ചിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഏതിലേക്ക് കൊടുക്കുക, IF ആംപ്ലിഫയറിലേക്ക്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയറിലേക്ക് കൊടുക്കുക. ആൻഡ് ഈ AM ഡിറ്റക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് ഉണ്ടാവുക, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതാണ് നമ്മൾ ഇവിടെ റിസീവ് ചെയ്യുന്ന, ഈ ഒരു റിസീവിംഗ് ആന്റിനയിൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽ അതാണ്. ഓക്കെ, ഈ ഒരു റിസീവിംഗ് ആന്റിനയിൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽ അതാണ്. ആൻഡ് ഈ മിക്സർ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രീക്വൻസി, ഈ ഒരു RF ആംപ്ലിഫയർക്ക് കൊടുത്ത ഈ ഒരു F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി സിഗ്നലിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞൊരു സിഗ്നൽ ആയിരിക്കും. ബേസിക്കലി ഇങ്ങനെ വരും ഈ IF-ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു സിഗ്നലിന്റെ അത്ര ഫ്രീക്വൻസി ഇല്ലാത്തൊരു സിഗ്നൽ ആയിരിക്കും. കാരണം എന്താ, ഈ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി കൂടി മൈനസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീക്വൻസി സിഗ്നൽ ആണ് ഇവിടെ വരുന്നത്. സോ എങ്ങനെ വരിക, കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിന്റെ ഔട്ട്പുട്ടിൽ. ഇനി ഈ AM ഡിറ്റക്ടർ, ഈ IF ഫ്രീക്വൻസി ഇങ്ങനെയുള്ള ഒരു സിഗ്നൽ ആണ് കിട്ടുക. ആൻഡ് ഈ AM ഡിറ്റക്ടർ എന്താ ചെയ്യുക, AM ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇതിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുക. അതായത് ഡീമോഡുലേഷൻ ആണ് ബേസിക്കലി ഇവിടെ നടക്കുന്നത്. ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് എന്താ, മോഡുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ കാരിയർ പ്ലസ് മെസ്സേജ് ആണ് എന്ത്, മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഡീമോഡുലേഷൻ അഥവാ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്നും, രണ്ടും കൂടി ഉള്ള സിഗ്നൽ തന്നെയാണ് മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്ന് കാരിയറിനെ മൈനസ് ചെയ്യുക, അതായത് കാരിയറിനെ റിമൂവ് ചെയ്യുക. ഈ കാരിയറിനെ റിമൂവ് ചെയ്യും. ഓക്കെ, മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്നും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു മോളിലുള്ള ഈ ഒരു സിഗ്നൽ മാത്രം നമുക്ക് എവിടെ ഒബ്റ്റെയിൻ ചെയ്യും, ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട്, AM-ന്റെ ഔട്ട്പുട്ട് ആയിട്ട്, AM ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ ഒരു സിഗ്നൽ ഈ AM-ന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അത് ഒബ്റ്റെയിൻ ചെയ്തു. ഏതാ, നമ്മൾ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് സിഗ്നൽ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇത് ഔട്ട്പുട്ട് ഡ്രൈവറിലേക്ക് കൊടുക്കുകയാണ്. ഈ ഔട്ട്പുട്ട് ഡ്രൈവർ പവർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ഡ്രൈവർ എന്തിനാ, നമുക്ക് ഔട്ട്പുട്ട് ഡ്രൈവർ സർക്യൂട്ടും ഈ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയറും ബേസിക്കലി ചെയ്യുന്നത് വോൾട്ടേജ് ആൻഡ് പവർ ആംപ്ലിഫിക്കേഷൻ ആണ്. ഈ സ്പീക്കർ ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് സ്പീക്കറാണ്. ഈ സ്പീക്കർ ഡ്രൈവ് ചെയ്യാൻ ഈ ഒരു സിഗ്നലിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജും അതുപോലെ പവറും കൊടുക്കുന്നതാണ് ഈ രണ്ട് സർക്യൂട്ടിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് അത് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഈ ഓഡിയോ സിഗ്നൽ കേൾക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ബേസിക് ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പോയിന്റ്സ് വായിച്ചു നോക്കാം. RF amplifier amplify RF signal received from antenna. Mixer convert RF to IF with the help of mixer. IF carrier amplifies weak IF signal into suitable level. AM detector converts IF to AF signal. AM detector audio frequency signal ആയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യും. The required AF signal is voltage and power amplified and fed to the loudspeaker.
ഇതാണ് ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ്സ് ആക്കി എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. എന്താണ്? എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് FM റിസീവർ ബേസ്ഡ് ഓൺ സൂപ്പർ ഹെറ്ററോഡൈൻ പ്രിൻസിപ്പിൾ. അപ്പൊ ബേസിക്കലി എന്താണ് ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ വെച്ചിട്ടുള്ള FM റിസീവർ എന്ന് നോക്കാം. അപ്പൊ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ കോൺസെപ്റ്റ് അതിന്റെ സെയിം ആണ്. ഈ ഫിഗറിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ചാൻസ് കൊണ്ട് ഇവിടെ ഈ ആരോ മാർക്ക് ഇട്ടത് മൂന്നും ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ഡിവൈസിലേക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, AGCയിലേക്ക്. അപ്പൊ എന്തെങ്കിലും ചാൻസ് കൊണ്ട് ഗെയിൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഗെയിൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AGC ആണ്, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ജസ്റ്റ് AGC എന്ന് മാർക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ അത് കൂടുതലൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ഇത്രയും ബ്ലോക്ക് ഡയഗ്രാം ആണ് നിങ്ങളോട് അധികം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ബേസിക്സ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു 10th ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് FM റിസീവർ ബേസ്ഡ് ഓൺ സൂപ്പർ ഹെറ്ററോഡൈൻ പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ബേസിക്കലി ഞാൻ AM-ന്റെ ഫ്രീക്വൻസി റേഞ്ച് 455 kHz എന്നാണ് പറഞ്ഞത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്, IF റേഞ്ച് എന്ന് പറയുന്നത് എത്രയാ? 10.7 MHz ആണ്. ഓക്കെ, 10.7 MHz ആണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സെക്ഷൻ തന്നെ ആണുള്ളത്. ഇതാ RF ആംപ്ലിഫയർ, മിക്സർ, ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്. ആൻഡ് IF ആംപ്ലിഫയർ എന്തിനാണ്? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിലുള്ള സെക്ഷനാ. ഇതൊക്കെ ഉള്ളത് നമുക്ക് ഫെമിലിയറാ. IF ആംപ്ലിഫയർ എന്തിനാണെന്ന് അറിയാലേ. ആൻഡ് ഇവിടെ ലിമിറ്റർ ഉണ്ട്. അവിടെ ലിമിറ്റർ ഇല്ല, കാരണം എന്താ? ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ലിമിറ്റർ വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ ഫ്രീക്വൻസി ആണ് FM-ൽ വാരി ചെയ്യുന്നത് അല്ലെ. ബേസിക്കലി ഇങ്ങനെ ഒരു സിഗ്നൽ ആവും കിട്ടുക അതിന്റെ ഇൻപുട്ടിലേക്ക്. ഇങ്ങനൊരു സിഗ്നൽ ആയിരിക്കും ഈ ഒരു ആന്റിനയുടെ ഇൻപുട്ടിലേക്ക് കിട്ടുക. അതായത് ഇതിന്റെ നെഗറ്റീവ് പീക്ക് വരുന്ന സമയത്ത് ഇതൊന്ന് എക്സ്പാൻഡ് ആവും, പോസിറ്റീവ് പീക്ക് വരുന്ന സമയത്ത് കാരിയറിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നമ്മുടെ ആന്റിനയിലേക്ക് വരിക. ആൻഡ് ഇത് RF ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. RF ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ RF ആംപ്ലിഫയർ എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഈ ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഇനി അത് മിക്സറിലേക്ക് കണക്ട് ചെയ്യാണ്, ലോക്കൽ ഓസിലേറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് F2 മൈനസ് F1, ഇവിടെ F2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ F1 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു F2 മൈനസ് F1. ഇതാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ കിട്ടി. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെയാണ് നമ്മൾ IF ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് ഈ IF ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആൻഡ് ഇവിടെ ലിമിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വോൾട്ടേജ് റേഞ്ചസിൽ എബവ് നമ്മുടെ വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിപ്പ് ചെയ്ത് കളയും എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ ലിമിറ്റർക്ക് ഉള്ളത്. ആൻഡ് നമ്മുടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പോലെയല്ല നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. സോ ഒരു ലിമിറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും നോയിസ് കമ്പോണൻസ് എഫക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സിഗ്നൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ആൻഡ് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു നോയിസ് കമ്പോണന്റ് ഇതിന് എക്സ്ട്രാ വന്നു, എന്നിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് പോയി. അപ്പൊ ഒരു ലിമിറ്ററിന്റെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ്, ഈ ഒരു ലിമിറ്ററിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന വോൾട്ടേജ് കമ്പോണൻസിനൊക്കെ എന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്ത് കളയും ഈ ലിമിറ്റർ എന്ന് പറയുന്ന സർക്യൂട്ട്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ നോയിസിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ കുറയ്ക്കും. ഓക്കെ, ആൻഡ് ഈ ലിമിറ്റർ നമ്മൾ FM ഡിറ്റക്ടറിലേക്കാണ് കൊടുക്കുന്നത്. FM ഡിറ്റക്ടറിൽ എന്താ ചെയ്യുന്ന സംഭവത്തില്? FM ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കമ്പോണൻസ്, ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി കമ്പോണൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? പ്രോപ്പർ ഒരു നമ്മൾ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് സിഗ്നൽ ഇതിന്ന് ഒബ്റ്റെയിൻ ചെയ്തെടുക്കും. ഓക്കെ, ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? നമ്മുടെ ഒറിജിനൽ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ RF സിഗ്നലിന് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സിഗ്നൽ. ഓക്കെ, അപ്പൊ അങ്ങനെ മെസ്സേജ് സിഗ്നൽ കിട്ടി. ഈ മെസ്സേജ് സിഗ്നൽ നമ്മൾ AF ആംപ്ലിഫയർ, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ വഴി ആംപ്ലിറ്റ്യൂഡും പവറും, അതായത് വോൾട്ടേജും പവറും ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു FM റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്.
നമുക്ക് വായിച്ചു നോക്കാം. The receiver FM 88 to 108 megahertz and converts them into weak electrical signal. RF amplifier amplifies weak RF signal from antenna. Example from 2 microvolt to 200 microvolt വരെയൊക്കെ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. ഇനി combines RF signal with local oscillator and produce IF. ഇവിടെ FM ന്റെ കേസിൽ 10.7 megahertz. Local oscillator generates stable frequency so that IF is equal to local oscillator frequency minus RF. That is equal to 10.7 megahertz. If IF amplifies fixed 10.7 megahertz IF signal is better filtering and gain. Limiter removes amplitude variations or noises. Clip spikes, output cleans FM. Okay, 2 volt output ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് കേട്ടോ. എത്ര ഒരു ലോ ഫ്രീക്വൻസി അങ്ങനെ ലോ വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ 2 വോൾട്ട് എന്ന് പറയുന്നത്. ഇനി FM ഡിറ്റക്ടർ ചെയ്യുന്നത് ഡീമോഡുലേഷൻ ആണ്. കൺവേർട്സ് ഫ്രീക്വൻസി വേരിയേഷൻ ടു ഓഡിയോ വോൾട്ടേജ്. ഈ ഫ്രീക്വൻസി വേരിയേഷൻസിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഓഡിയോ വോൾട്ടേജ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സാണ് ഡീമോഡുലേറ്റർ ചെയ്യുന്നത് അഥവാ ഡിറ്റക്ടർ സർക്യൂട്ട് ചെയ്യുന്നത്. AF ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആംപ്ലിഫൈസ് റിക്കവേർഡ് ഓഡിയോ ടു ഡ്രൈവ് ദി സ്പീക്കർ ഹെഡ്ഫോൺസ്. അപ്പൊ സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലേക്ക് AF സിഗ്നലിനെ എത്തിക്കുക എന്നുള്ളതാണ് AF ആംപ്ലിഫയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി സ്പീക്കർ എന്താ ചെയ്യുന്നത്? കൺവേർട്സ് ആംപ്ലിഫൈഡ് ഓഡിയോ സിഗ്നൽ ഇൻ ടു സൗണ്ട് വേവ്. ഈ ഒരു സ്പീക്കർ ആംപ്ലിഫൈഡ് ഓഡിയോ സിഗ്നൽസിനെ സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്പീക്കറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. 2 ടൈപ്പ് ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സ് നമ്മൾ നോക്കി. അപ്പൊ അത് രണ്ടും നന്നായിട്ട് പഠിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 4-ൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 4 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സെക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ആൻഡ് വെരി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. Thank you and bye-bye.